ഇപ്പോഴത്തെ കാലത്ത് നാം കാണേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറിന് മുകളിലാണ് ഇന്നോവേഷൻ അനുസരിച്ചിട്ട് ആണ് ഇത്തരം പുതിയ നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് മുന്നോട്ട് പോകുന്നത്. AI ഫോർ ഇൻഡസ്ട്രി 4.0 ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു ഫ്രെയിംവർക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യും. ഏതൊരു പുതിയ ടെക്നോളജി വരുമ്പോൾ ഇറ്റ് വിൽ ഓൾവേസ് ക്രിയേറ്റ് സം ലെവൽ ഓഫ് ജോബ് ലോസ്. ഇപ്പോൾ ഇവിടെ തന്നെ ലുലുവിൻ്റെ പുതിയ ടിൻ ടവർ വന്നിട്ടുണ്ട്. പ്രിസ്റ്റീജിൻ്റെ ടവർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. അവിടെയും IBM ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥലം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണ്. IBMൻ്റെ ഇക്കോസിസ്റ്റം ഇൻക്യുബേഷൻ സെൻറ്റർ ഇന്ന് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. 2022 സെപ്റ്റംബറിലാണ് IBMൻ്റെ വിപുലമായ ക്യാമ്പസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. 2 വർഷം കഴിഞ്ഞ് 2024 നവംബർ ആയപ്പോൾ ലോകത്തിലെ തന്നെ ഒരു ജെൻ AI ഇന്നൊവേഷൻ സെൻറ്ററായി IBMൻ്റെ പുതിയൊന്ന് ഇവിടെ തുടക്കം കുറിച്ചു. ഇപ്പോൾ പുതിയൊരു ഇൻക്യുബേഷൻ സെൻറ്റർ, ഇക്കോസിസ്റ്റം ഇൻക്യുബേഷൻ സെൻറ്ററും ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്യാമ്പസ്, വിപുലമായ ക്യാമ്പസ് ഓപ്പൺ ചെയ്ത് 2 വർഷം കൊണ്ട് രണ്ടാമത്തേലേക്ക് വന്നുവെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട് 1 വർഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരു 6 മാസം മതിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സെൻറ്റർ ഓഫ് IBM ആണ് ഇന്ന് കൊച്ചിയിലെ സെൻറ്റർ എന്നുള്ളത്. നമ്മുടെ മലയാളി ചെറുപ്പക്കാരുടെ ടാലൻറ്റ്, അവരുടെ ഔട്ട്പുട്ട് ഈ സെൻറ്ററിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ട്. എന്തായാലും IBM പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ, ലോകോത്തര സ്ഥാപനം, ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള സ്ഥാപനത്തിൻ്റെ പ്രസൻസ്, ഒരു ആങ്കർ എന്ന നിലയിൽ ഇന്ത്യയിലെ ലോകത്തിലെയും പ്രധാനപ്പെട്ട കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഒരു ഘടകമായിട്ടുണ്ട്. അതിന് IBMനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെയും ഇനിയും പുതിയ ഡെവലപ്മെൻറ്റ്സിൽ ഉള്ള സ്ട്രെങ്ത്ത് ഡബിളാക്കുന്നതിനാവശ്യമാകുന്ന ഒരു സംവിധാനം ഒരുങ്ങി വരുന്നുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ കേരളം ഇപ്പോൾ IKGSന് ശേഷം നല്ല രീതിയിൽ സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. IKGSലെ നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലെ നിക്ഷേപ വാഗ്ദാനങ്ങളിൽ 21% ഇപ്പോൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. സാധാരണ ഒരു 10 to 15% കൺവെർഷൻ റേറ്റെങ്കിൽ 4 മാസം കൊണ്ട് തന്നെ 21% കൺസ്ട്രക്ഷനിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് വലിയ നേട്ടമാണ്. കൂടുതൽ സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് സഹായകരമാകും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ലുലുവിൻ്റെ പുതിയ ടിൻ ടവർ വന്നിട്ടുണ്ട്. പ്രിസ്റ്റീജിൻ്റെ ടവർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. അവിടെയും IBM ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥലം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ലോകോത്തര കമ്പനികളെയും കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിന് IBMൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഇത്തരം ടെക്നോളജി ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഫയലുകളുടെ മൂവ്മെൻറ്റ്, അതിലെല്ലാം നമുക്ക് ഇത്തരം ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ വ്യവസായ മന്ത്രിയുടെ ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ കെൽട്രോൺ ഡെവലപ്പ് ചെയ്ത ഒരു ടൂൾ പുറത്തുണ്ട്. നിങ്ങൾക്ക് അകത്തേക്ക് വരാതെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിച്ചാൽ നല്ല മറുപടി കാര്യമായി കിട്ടും. അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകുന്ന സംവിധാനം മന്ത്രിയുടെ ഓഫീസിന് പുറത്ത് കെൽട്രോൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു AI സംവിധാനം ഏജൻറ്റ് അവിടെ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ AI ടൂള് ഏജൻറ്റുകൾ വരുമ്പോൾ നമുക്ക് ഇത്തരം സ്ഥാപനം IBM ഏത് സ്ഥാപനമായാലും 2 കാര്യം ഗവൺമെൻറ്റിന് ഉറപ്പ് വരുത്തേണ്ടി വരും. അതാണ് അവിടെ സൂചിപ്പിച്ചത്. 1 ഡാറ്റ പ്രൊട്ടക്ഷൻ, 2 പ്രൈവസി. ഇത് രണ്ടിനും വിട്ടുവീഴ്ച ചെയ്യാതെ എങ്ങനെ ഇത്തരം ടൂളോ ഏജൻറ്റോ അസിസ്റ്റൻസിനോ ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് തന്നെ കുറേ കൂടി നന്നായി പെർഫോം ചെയ്യാൻ സഹായകരമായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ വ്യവസായ വകുപ്പ് തന്നെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ, എത്ര ഇൻഡസ്ട്രി വന്നു, അതിൻ്റെ പൊതുവായ സ്ഥിതി എങ്ങനെയാണ്, എങ്ങനെ കൂടുതൽ തൊഴിലാളികളുടെ തന്നെ കൂടുതൽ വാല്യൂ ആഡ് ചെയ്യാം, മാർക്കറ്റ് എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതിനെല്ലാം ഞങ്ങളുടെ ചില ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കുറേ കൂടി ഡേ ടു ഡേ വർക്കിന്, റുട്ടീൻ വർക്കിലേക്ക് വന്നാൽ പൊതുവേ ജനങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും. ഈ 2 ഭാഗം ഒരു ഈക്വിലിബ്രിയം വേണം. അതിപ്പോൾ പുതിയ ടെക്നോളജി അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. അതിപ്പോൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇൻഡസ്ട്രിയിൽ AI ഉപയോഗിക്കുമ്പോൾ സംബന്ധിച്ച് ഞങ്ങളൊരു കരട് നയം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. AI ഫോർ ഇൻഡസ്ട്രി 4.0. ആ കരട് നയം അനുസരിച്ച് വ്യവസായ മേഖലയിൽ AI ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്.
കരട് നയം ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾ ചർച്ച ചെയ്തു. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സും കൂടിയായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു കരട് ഡ്രാഫ്റ്റ് ഫ്രെയിം വർക്കാണ്, പോളിസി അല്ല, ഒരു ഫ്രെയിം വർക്ക്. കാരണം നമ്മുടെ ഒരു പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട്, അതിന് വിത്തിൻ ദാറ്റ് പാരാമീറ്റേഴ്സ് ഒരു ഡ്രാഫ്റ്റ് ഫ്രെയിം വർക്ക് അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു AI ഫോർ ഇൻഡസ്ട്രി 4.0 ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യും. ബാംഗ്ലൂർ, തമിഴ്നാട്, അതുപോലെ ആന്ധ്ര, ഇതിൽ വ്യത്യസ്തമായിട്ട് എന്താണ് ഇവർ കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, എന്താണ് താല്പര്യം? അല്ല, നമ്മളിപ്പോൾ മത്സരമല്ല, എല്ലാ സ്റ്റേറ്റിനും അവരവരുടേതായ ഇടങ്ങളുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് സ്റ്റാഗ്നേറ്റ് ആയിട്ടുണ്ടാവും, കുറച്ചുകൂടി ഇപ്പോൾ കുറേ കൂടി ടാലൻറ്റ് കിട്ടുന്നിടത്തേക്ക് പോകും. ഇപ്പോഴത്തെ കാലത്ത് നാം കാണേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറിന് മുകളിലാണ് ഇന്നോവേഷൻ അനുസരിച്ചിട്ട് ആണ് ഇത്തരം പുതിയ നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഇന്നോവേഷന് പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. അക്കാഡമിക് ഫ്രീഡം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് തിങ്കിങ്, ഇതെല്ലാം ഉള്ള സ്ഥലത്താണ് ഇന്നോവേഷൻ വരുള്ളൂ. നിങ്ങളൊരു അടച്ച മുറുക്കിയിരുന്നിട്ട് ഇന്നോവേഷൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ആരും വരില്ല. അപ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ പ്രധാനപ്പെട്ടതാണ്, പ്രോഗ്രസീവ് പോളിസീസ്. എനിക്ക് തോന്നുന്നു ആ പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ഇന്നോവേഷന് പറ്റുന്ന ഒരു നല്ല ഇക്കോസിസ്റ്റം ഉള്ള ഇന്ത്യയിലൊരു ഇടമാണ് കേരളം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് കഴിയും. ഇപ്പോൾ IBM ആകട്ടെ, ഏത് സ്ഥാപനമാകട്ടെ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ദിനേശ് തിർമൽ, അദ്ദേഹം ഒരു മലയാളിയാണ്, അതുകൊണ്ട് ഇവിടെ തുടങ്ങൂ എന്ന് പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറയുമെന്നല്ലാതെ അവരാരും നേരെ തുടങ്ങില്ല. ദേ ഹാവ് ദെയർ ഓൺ മെക്കാനിസം ടു ഇവാലുവേറ്റ് ദ conditions and ecosystem prevailing in different states and different countries. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുന്ന പ്രൊഫഷണൽ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ AI ഏജൻസും ടൂൾസ് ഉപയോഗിക്കണ്ടോ അതിന് പോലും, എവിടെയാണ് കൂടുതൽ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ സ്ട്രെങ്ത് ഉണ്ട്. അതാണ് റിവേഴ്സ് മൈഗ്രേഷൻ ഓൾസോ ഹാപ്പനിങ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനേക്കാൾ അത് മിസ്റ്റർ ദിനേഷ് പറയുകയാണെങ്കിൽ കുറേ കൂടി നല്ലത്. ഇവിടെ കേരളത്തെ കൂടുതൽ അവരുടെ എല്ലാം ഒരു അട്രാക്റ്റീവ് പോയിൻ്റ് ആക്കുന്നതിൽ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആക്കുന്നതിനുള്ള ഘടകങ്ങൾ പ്രൊഫഷണലി എന്താണെന്നുള്ളത് ഞങ്ങൾ ഇതെല്ലാം ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവർ പറയുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. കേരളത്തിൽ നോക്കുമ്പോൾ 3 കാര്യങ്ങളാണ്: സ്കിൽസ് അല്ലെങ്കിൽ ടാലൻറ്റ്. അപ്പം എവിടെയാണ് നമുക്ക് ഏറ്റവും നല്ല സ്കിൽസ് അല്ലെങ്കിൽ ടാലൻറ്റ് കിട്ടുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ കേരളത്തിന് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യലാണ്. 2, നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എത്ര എളുപ്പം എയർപോർട്ടിൽ തന്നെ വരുവാണെങ്കിൽ, നമ്മളിപ്പം ഇവിടെ ക്ലയൻസിനെ കൊണ്ടുവരികയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വരാനുള്ള ആ ഒരു ടൈം, പ്ലസ് എംപ്ലോയീസിന് ജോബ് സ്ഥലത്തേക്ക് വരാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എബിലിറ്റി, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിന് വളരെ ബെനിഫിറ്റ് ഉണ്ട് കമ്പയർഡ് ടു ബാംഗ്ലൂർ ഓർ ഹൈദരാബാദ്. ഞാൻ അടുത്തിടയ്ക്കൊരു സ്റ്റഡി ഉണ്ടായിരുന്നു, 33% of the time is spent on the road rather than sitting in front of a computer. That's 33% productivity lost. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് ഒരു ഹ്യൂജ് ബെനിഫിറ്റ് ഉണ്ട് ആ പ്രൊഡക്ടിവിറ്റി ഗെയിൻ ബാക്ക് ചെയ്യാൻ. 3ാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇക്കോസിസ്റ്റം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഇക്കോസിസ്റ്റം പാർട്ണർഷിപ്പ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. കാരണം IBM-നെ പോലുള്ള കമ്പനികൾ വരുമ്പോൾ ഹൗ ഡു വി എലവേറ്റ് ദ ഇക്കോസിസ്റ്റം ആൻഡ് പാർട്ട്നേഴ്സ് വിത്ത് ഇറ്റ്, ആ ഒരു ബെനിഫിറ്റും കേരളത്തിൽ വളരെയധികം ഉണ്ട്. We're talking about reverse migration. Can you elaborate on how that is happening? Is it like from within, from outside Kerala states, or like from US and other global countries? So it is happening from mainly within India. So people who have gone to Bangalore or Hyderabad or Pune, for example, they now want to come back, and they are coming back because now they have a place where they can get paid the same. But more than pay, the kind of work, the software development that they can do on generative AI and AI is really making them attractive to come back. That's 1. 2, being with the family, being with friends, being in a comfortable system that they are used to is driving them back. 3, for the same amount of salary they get in Bangalore, Hyderabad, they enjoy a better lifestyle in Kerala. So all those things are attracting the reverse migration. But just to give you another example, right? We just started a lab in KSA, which is Saudi Arabia, in Riyadh. We are really having many people from Kerala go there to train the Saudi Arabia nationals.
So it's happening, not just a reverse migration, but Kerala is becoming a hub to help other countries also elevate themselves to that level. So it's a huge, huge opportunity, but also a big accomplishment for Kerala. ഈ ഐ ടി മേഖലയിൽ 10,000-കണക്കിന് ജോലി ജോബ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന ഒരു ഒരു ധാരണ പരക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എഐയുടെ കടന്നുവരവിനോടുകൂടി തന്നെയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതിനെന്ത് മറുപടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? AI, ഏതൊരു പുതിയ ടെക്നോളജി വരുമ്പോൾ it will always create some level of job loss. I mean, if you look at automation in the 1950s and 60s, many manufacturing jobs were lost. But that doesn't mean that the manufacturing jobs went away. It just shifted to a new area. Same thing is happening in software development. Same thing is happening in IT. Some areas of IT and software development will see some level of job losses, but it will get into the new areas like generative AI development, agents and assistants. So I think it's just a phase we are going through where some areas will lose some jobs, but those jobs will be made up in some other areas. Will it be compensated? IT jobs are always highly compensated. I don't know any IT software job that's... I mean the numbers. I think so. I mean, I cannot obviously comment on the exact number of jobs that's being compensated. I always went into the pay compensation, but the pure number from a jobs perspective, I think so. I mean, I think it will be compensated somewhat in a different field, not purely in the IT side. എങ്ങനെയാണ് ഈ പുതിയ ഇൻക്യുബേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? കേരളത്തിന്റെ ഈ സ്റ്റാർട്ടപ്പ് IT യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. So, ഈ ഒരു ഇൻക്യുബേഷൻ പാർട്ണർഷിപ്പ് സെന്ററിന്റെ ഹോൾ തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a company like IBM can give access to many other companies, like a worldwide enterprise like Riyadh Air or Merck or Nestle. So these partnerships or these partners can utilize IBM as a stepping stone to reach out to those customers. So I think that promotes and helps Kerala's new, what I call it, new startup mentality to come and say, okay, I have an idea, how do I incubate it? How do I use IBM as a stepping stone to really go reach hundreds of customers, if not thousands? So I think this really enables the startup culture in Kerala, and I want to make sure that we use this ecosystem, the partnership center, to really drive that. ചെന്നൈയുടെ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ IBM എടുക്കുന്ന താല്പര്യം പോലെ തന്നെ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് സിസ്റ്റം അല്ലെങ്കിൽ IT സിസ്റ്റത്തിലേക്ക് ചെന്നൈയുടെ സാധ്യത ഉപയോഗിക്കുന്നുള്ള എന്തെങ്കിലും സ്പെഷ്യൽ പ്രൊജക്റ്റുകൾ അങ്ങനെ കൊച്ചി ബേസ് ചെയ്തുകൊണ്ട് ഉണ്ട്. ഞങ്ങളുടെ തന്നെ there is already one product called watsonx Orchestrate, which is developed in Kochi. ഇവിടെ കൊച്ചി തന്നെ ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് is being used by hundreds of companies worldwide. ആ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ നമ്മൾ ചൈനയിൽ ഉണ്ടാക്കിയ ഒരു ഗാർമെന്റ് ഇവിടെ says made in China. സോഫ്റ്റ്വെയറിന് അങ്ങനെ ഒരു ഇതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ it's made here, but when it's used nobody knows, but it is created here. That benefit is there. GenAI, same thing. I think the startups will start using GenAI because it has become part of life. GenAI is not sitting separate anymore. It's part of software development. It's part of creating a new application. It's part of everyday chat interface. So I think it's becoming part of the way of life for any startup that's coming. And for us also, what we are doing here is using generative AI to do development. പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് കരിക്കുലത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അതിന് തന്നെ പുതിയ അപ്ഡേഷൻ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ അതിനെക്കുറിച്ച് ഇന്ന് സംസാരിച്ചതേ ഉള്ളൂ. ഹൗ ഡു വി ക്രിയേറ്റ് എ കരിക്കുലം വിത്ത്, ഫോർ എക്സാമ്പിൾ, കൂസാറ്റ് ടു സേ നമുക്കൊരു GenAI ഫോക്കസ്ഡ് കരിക്കുലം അല്ലെങ്കിൽ ഒരു കോഴ്സ് ഉണ്ടാക്കുവാണെങ്കിൽ that will enable the skill development a lot faster. ആ ഒരു ഡിസ്കഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്.